എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാമിൽ പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ DPR കരട് തയ്യാറായി. സൂക്ഷ്മമായ പരിശോധനകൾക്ക് ശേഷം ഈ മാസം അവസാനത്തോടെ അന്തിമ DPR തയ്യാറാവും. ഇതിനുള്ള നടപടികൾ ഇറിഗേഷൻ വകുപ്പ് വേഗത്തിലാക്കി. കരട് DPRൽ പുതിയ ഡാം നിർമ്മാണത്തിന് 1300 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. നിലവിലെ ഡാമിൻ്റെ 1200 അടി താഴ്ഭാഗത്തായി നേരത്തെ കേരളം സർവേ നടത്തിയ സ്ഥലത്തിന് യോജിച്ച രീതിയിലാണ് DPR. അന്തിമ DPR വന്ന ശേഷം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് സമർപ്പിക്കും. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുത്തുകൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുകയെന്ന നിലപാടാണ് സംസ്ഥാനത്തിന് ഉള്ളത്. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക പരത്താനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റ്യൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. പാട്ടക്കരാറിൻ്റെ സാധുത പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചതോടെ മുല്ലപ്പെരിയാർ കേസ് കേരളത്തിന് ഏറ്റവും അനുകൂല സാഹചര്യത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം 12-ന് ഇടുക്കിയിൽ മന്ത്രി പങ്കെടുക്കുന്ന യോഗം ചേരുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യം ബുധനാഴ്ച ലോക്സഭയിൽ ഉയർന്നെങ്കിലും തമിഴ്നാടിനെ പ്രകോപിപ്പിക്കാതെ നിയമ നടപടികളുമായടക്കം മുന്നോട്ട് പോകാനുള്ള നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉള്ളത്. ഇതിനെക്കുറിച്ച് പൊതുജനങ്ങളായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.